here we go, the first map, Erangel. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഫ്ലെക്സ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ജർമ്മൻ കണ്ണാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു ബുള്ളോപ്പിയെ. ജർമ്മൻ കണ്ണാപ്പി ബുള്ളോപ്പിയാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുള്ളോപ്പിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജർമ്മൻ കണ്ണാപ്പിയും അതുപോലെ ജർമ്മൻ കണ്ണാപ്പിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബുള്ളോപ്പിയും നിൽക്കുന്നത് നമുക്ക് കാണാം. ആൻഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു BX ബ്രേക്കും MRC അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലടാ നിന്നെ ഒരുമിച്ച് തല്ലുമെന്നാണ് പറയണത്. വള്ളി ടീംസിനെ നോക്കുകയാണെങ്കിൽ വള്ളി ടീംസ് അത്യാവശ്യം സെറ്റൊക്കെ ആയി റെഡ് സോണിൽ കൂടെ പറന്നു പോകുന്നുണ്ട്. റെഡ് സോണിൽ കൂടെയാണ് വണ്ടി എടുത്ത് പോകുന്നത്. ഒറ്റ വണ്ടിയിൽ 4 പേര്. അവിടെ എനിക്ക് അത്ഭുതമൊന്നുമില്ല. വേറെ വണ്ടി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒരു വണ്ടിയിലാണ് 4 പേരും ഉള്ളത്. ഓക്കെ, കണ്ണാപ്പിക്ക് എന്തായാലും വണ്ടി ഓടിക്കാൻ മടിയാണ്. അത് പണ്ടോട്ടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബോബോ എന്തായാലും ഓടിക്കത്തില്ല, അവനാവുന്നില്ല. അപ്പം അവരൊരു വണ്ടിയിലേ പോകാൻ സാധ്യതയുള്ളൂ. ഫയർ ഫ്ലാങ്ക് കഷ്ടപ്പെട്ട് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വള്ളി ടീംസും സോണിലേക്ക് എൻ്റർ ആവുന്നു. വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളു. സോണിലേക്ക് ഓൾറെഡി അവർ എൻ്റർ ആയി. നമുക്ക് നോക്കാം. സ്റ്റിൽ MRCയുടെ അവിടെ മേളിൽ വള്ളി ടീം ഫയർ ഫ്ലാങ്കിനെ കണ്ണാപ്പിയും ടീം TV അടിച്ചിട്ടിരിക്കുന്നു. കണ്ണാപ്പി അടിച്ചുറക്കുന്നു. കണ്ണാപ്പി ഫിനിഷ് ഓഫായി. ലാസ്റ്റ് 2 മാൻ മാത്രം വള്ളി ടീമിന് 2 പേര് മാത്രം ബാക്കി. ബോബോയും സ്നൈപ്പിനെ അടിച്ചിടാൻ പറ്റിയില്ല. ആൻഡ് ലാസ്റ്റ് മാൻ ഡീമൻ മാത്രം ബാക്കി. വള്ളി ടീമിന് ഡീമൻ മാത്രം ബാക്കി. വള്ളി ടീമിലെ ഡീമൻ മാത്രം ബാക്കിയാണ്. And the squad from TVA and അവിടെ ഇറ്റാച്ചി അവിടെ സ്നൈപ്പിനെ നോക്കൗട്ട് ആക്കുന്നു. TVA versus TVA സ്നൈപ്പിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു ഇറ്റാച്ചി. ആൻഡ് സാവേജ് മാത്രം ബാക്കി. ഇവിടെ TVA 3 സ്ക്വാഡ് തമ്മിൽ TVയുടെ 3 സ്ക്വാഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. And വള്ളി ടീം has been eliminated by the squad. മാച്ച് നമ്പർ 2 ലേക്ക് എല്ലാവർക്കും വെൽക്കം ടു ദ. ഇവിടെ വള്ളി ടീംസ് നോക്കുകയാണെങ്കിൽ വള്ളി ടീംസിനും അടുത്തൊരു എമർജൻസി പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. വള്ളി ടീംസ് നടന്നു പോകാനുള്ള മടി കൊണ്ട് മാത്രം ഇത് ഇട്ടതാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ബിപ്സി നോക്കുകയാണെങ്കിൽ ജർമ്മൻ കണ്ണാപ്പിയെ നോക്കുന്നു. ബിപ്സിയുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് നോക്ക് അവിടെ ഓൾറെഡി ഇട്ടായിരുന്നു. വള്ളി ടീംസ് വൈപ്പായി എന്നാണ് തോന്നുന്നത്. വള്ളി ടീംസിനെ ഒന്ന് സ്പെക്ക് ചെയ്യണം ദയവേത്. വള്ളി ടീംസ് എലിമിനേറ്റ് ആയെന്നാണ് തോന്നുന്നത്. ഇല്ല, വള്ളി ടീംസിലെ ബോബോയ് മാത്രം മലയ്ക്ക് മുകളിൽ. പള്ളിക്കെട്ട് ശബരിമലയ്ക്കല്ല, പള്ളിക്കെട്ട് അവൻ ഈ മലക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ബോബോയ് മാത്രം എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവൻ ടീമിന്റെ കൂടെ പോയില്ലെന്ന് തോന്നുന്നു. ബോബോയ് ഫൈനലി സോണിലേക്ക് എത്തിയിട്ടുണ്ട്. അത് SRRക്ക് ഒരു കില്ല് കൊടുക്കാൻ വേണ്ടിയാണോ നമുക്ക് നോക്കാം. അതെ, SRRക്ക് വേണ്ടിയിട്ട് ഒരു കില്ല് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ബോബോയ്ക്ക് താല്പര്യമില്ല. ഞാൻ സോണിന് തന്നെ കൊടുത്തോളാം എന്നാണ് ബോബോയ് പറയണത്. ബോബോയ് വീണ്ടും സോൺ ഔട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. കയ്യിൽ ഹീലബിൾസ് ഇല്ല ബോബോയ്ക്ക്. ബോബോയ് ചുറ്റി വളഞ്ഞ് സോണിൽ കയറാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ബോബോയ് വള്ളി ടീംസിലെ ബോബോയ് അവസാന ശ്വാസം പിടിച്ച് ഓടിയ ബോബോയ് വള്ളി ടീംസിന് വേണ്ടി മരിക്കേണ്ടി വരുന്നു. ചോര കൊടുത്തു വള്ളി ടീംസിന് വേണ്ടിയിട്ട്. വള്ളി ടീംസിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ബോബോയ്ക്ക് നമ്മുടെ സ്പെക്കിന്റെ സൈഡിൽ നിന്നും നമ്മുടെ ഹോസ്റ്റിന്റെ സൈഡിൽ നിന്നും ഒരു അപ്രീസിയേഷൻ അറിയിച്ചുകൊള്ളുന്നു. വെൽ പ്ലേഡ് ബോബോയ്. മാച്ച് നമ്പർ 3 മാപ്പ് ടയാഗോ ആണ്. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ആൻഡ് ജർമ്മൻ കണ്ണാപ്പി ടോക്കിയോയെ അടിച്ചിരുന്നു. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഡീമനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ആൻഡ് ബോബോയ്ക്ക് നല്ല ടാഗ് ഇടുന്നു. ബോബോയുടെ സൈഡിൽ നല്ലൊരു റിഫ്ലക്സ്. ബോബോയ് അവിടെ നോക്ക് ഇടുന്നു. ആൻഡ് ടോക്കിയോ വേഴ്സസ് വള്ളി ടീമാണ്. ലാസ്റ്റ് മാൻ ജർമ്മൻ കണ്ണാപ്പി ടാഗ് കൊടുക്കാൻ തോന്നുന്നു. ഓക്കെ, റീലോഡ് 2 പേർക്കും ഒരേപോലെ റീലോഡ്. ജർമ്മൻ കണ്ണാപ്പി മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി നല്ലൊരു നോക്ക് ഇടുന്നു. അവിടെ ടോക്കിയോയുടെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി അവിടെ ടോക്കിയോയുടെ പ്ലെയർ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണാപ്പി. ഒരു ഷോട്ട് ഗൺ കൊണ്ടാണ് വരുന്നത്. കണ്ണാപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. കണ്ണാപ്പി അവിടെ വള്ളി ടീമിന് വേണ്ടി കണ്ണാപ്പി 2 കില്ലെടുത്ത് ടോക്കിയോ എലിമിനേറ്റ് ചെയ്ത് വിടുന്നു. കണ്ണാപ്പി വിത്ത് 2 kills. കണ്ണാപ്പി അവിടെ ഇമോട്ട് കാണിക്കുന്നു. എന്റെ പൊന്നോ, ഈ മാസൊന്നും ആരും കാണാതെ പോരുത്. കണ്ണാപ്പി അവിടെ 2 പിക്ക് എടുക്കുന്നു ടീമിന് വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം കണ്ണാപ്പി വള്ളി ടീംസിന് വേണ്ടി. കണ്ണാപ്പിക്ക് അവിടെ ഒരു റിവൈവൽ പോസിബിലിറ്റി ഉണ്ട്. ടീമിന് വേണ്ടി കണ്ണാപ്പിയും ബോബോയും 2 കില്ല് വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ണാപ്പി ഒറ്റയ്ക്ക് എല്ലാവരുടെയും ചിപ്പ് എടുത്തുകൊണ്ട് വന്ന് റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. പക്ഷെ തൊട്ടടുത്ത് MRC നിൽപ്പുണ്ട്. അവിടെ ഒരു റിവൈവൽ സൗണ്ട് കേട്ടാൽ എന്തായാലും MRC പുഷ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ കീബോർഡിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിക്കുട്ടനാണെന്നുള്ള ഡൗട്ടും പല രീതിയിലും എൻ്റെ മുഖത്ത് വരുന്നുണ്ട്. പക്ഷേ നോക്കാം കണ്ണാപ്പിയുടെ ഈ ഗ്രൈൻഡിങ് റിസൾട്ട് ആണോ നാളെ POV ചെക്കിന് ശേഷം നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ണാപ്പിയാണോ ഉണ്ണിക്കുട്ടനാണോ വള്ളി ടീംസിന് വേണ്ടി കളിച്ചത്? കണ്ണാപ്പി അവിടെ ജർമ്മൻ കണ്ണാപ്പി ഒന്ന് സ്പെക്ക് ചെയ്യണം പ്ലീസ്. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു റിവൈവലിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ജർമ്മൻ കണ്ണാപ്പി നമ്മുടെ വള്ളി ടീംസിന് വേണ്ടി ജർമ്മൻ കണ്ണാപ്പി 3 പ്ലേയേഴ്സിനെയും തിരിച്ചു വിളിച്ച് കഴിഞ്ഞു ഓൾറെഡി.
കോഡിന്റെ ദൈവമായി മാറിയിരിക്കുന്നു ജർമ്മൻ കണ്ണാപ്പി. പറയാതിരിക്കാൻ വയ്യ. ജർമ്മൻ കണ്ണാപ്പിയുടെ ഒരു ഔട്ട്പ്ലേ ആണ് നമ്മൾ അവിടെ കണ്ടത്. ടീമിന് വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ്, ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ജർമ്മൻ കണ്ണാപ്പിയാണ് നമ്മൾ കാണുന്നത്. വിപ്സി അവിടെ വള്ളി ടീം അടിക്കുന്നു, ബ്ലണ്ടർ അവിടെ ബോബോ അടിക്കുന്നു, ഫ്ലഫി അവിടെ ജർമ്മൻ കണ്ണാപ്പി അടിക്കുന്നു. വള്ളി ടീംസ് ഹാസ് ബീൻ എലിമിനേറ്റഡ് ബൈ ഡെഞ്ചാർ. അവിടെ 4 കിലോ സെക്യൂർ ചെയ്യുന്നു. വണ്ടിയിൽ വന്നത് മാത്രമേ വള്ളി ടീംസിന് ഓർമ്മയുള്ളൂ. വള്ളി ടീംസിനെ അവിടെ വൈപ്പ് ചെയ്ത് വിടുന്നു ടീം ഡെഞ്ചാർ, securing 4 kills. So guys, back to the fourth match, second last match of the tournament. നോക്കുകയാണെങ്കിൽ ഇവിടെ ടോക്കിയോ വേഴ്സസ് വള്ളി ടീം വീണ്ടും ഫൈറ്റ് കമ്മിറ്റ് ആവുന്നു. ഒരു റിവെഞ്ച് കാണാൻ പറ്റുമോ നോക്കാം. ടോക്കിയോയുടെ സൈഡിൽ നിന്ന് ഒരു റിവെഞ്ച് കാണാൻ പറ്റുമെന്ന് കണ്ടു. അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ടോക്കിയോ മറിയാനോ വേഴ്സസ് വള്ളി ടീംസ്. TVA വേഴ്സസ് ടോക്കിയോ എഗെയിൻ നടക്കാൻ പോകുന്നു. കണ്ണാപ്പി ഇമോട്ട് ഇട്ടതിന് പകരം ചോദിക്കാൻ വേണ്ടി ടോക്കിയോ ഇവിടെ തിരിച്ചു വരുന്നു. നമുക്ക് നോക്കാം. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് നോക്കാം. ജർമ്മൻ കണ്ണാപ്പി ടോക്കിയോയുടെ കഴിഞ്ഞ കളി മാസ് കാണിച്ച ജർമ്മൻ കണ്ണാപ്പി ഇവിടെ എന്ത് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ജർമ്മൻ കണ്ണാപ്പി വള്ളി ടീമിന് വേണ്ടി അടുത്തൊരു 4 കില്ല് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ടീം വള്ളി ടീം വേഴ്സസ് ടോക്കിയോ മറിയാനോ. രണ്ട് ടീമും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. TVA അവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു നെയ്ഡ് വന്നു. CMX ഡീമന്റെ സൈഡിൽ നിന്ന് നല്ലൊരു നെയ്ഡാണ് വന്നത്. പക്ഷെ വലിയ ഡാമേജുകളൊന്നും. ഇവിടെ ഫയർ പ്ലാങ്ക് ടോക്കിയോടെ ഫസ്റ്റ് നോക്കിടുന്നു. വള്ളി ടീമിന് വേണ്ടി ഫയർ പ്ലാങ്ക്. ഡീമൻ അവിടെ രണ്ടാമത്തെ നോക്കിയിട്ടുണ്ട്. ഡീമൻ അവിടെ 2 നോക്കിയിട്ട് രണ്ടാമത്തെ നോക്കിയിട്ടുണ്ട്. വള്ളി ടീം അവിടെ കറങ്ങി നടന്നടിക്കുന്നുണ്ട്. മൂന്നാമത്തെ നോക്കി ജർമ്മൻ കണ്ണാപ്പി ഇടുന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി ബാക്ക് ടു ബാക്ക് അടിക്കുന്നു. റിവെഞ്ച് ഒന്നും നടക്കൂല. ബാക്ക് ടു ബാക്ക് ടോക്കിയോയെ അടിക്കുന്നു. മീസക് മാത്രം ബാക്കി ടോക്കിയോയ്ക്ക് വേണ്ടിയിട്ട്. ടോക്കിയോയെ അവിടെ അടിച്ച് വൈപ്പാക്കാനുള്ള ഫയർ ഫ്ലാഗിന്റെ ഒരു ഷോട്ട് ഗൺ അടി. വള്ളി ടീം അവിടെ ടോക്കിയോ മറിയാനെ അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. കണ്ണാപ്പി ഒന്ന് സ്പെക്ക് ചെയ്യണം ദേവി, എന്താണ് കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ണാപ്പി അവിടെ വീണ്ടും മങ്കി ഡാൻസ് കളിച്ച് കാണിക്കുന്നു കണ്ണാപ്പി. വള്ളി ടീം സെക്യൂറിങ് അനദർ 4 kills. ഇനീഷ്യൽ ഫൈറ്റിൽ 2 വട്ടവും വള്ളി ടീംസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ബോബോയ് അവിടെ നോക്കാക്കുന്നു. അവിടെ നോക്കായിരിക്കുന്നു. വാർഗോഡ് സ്യൂസ് ആണ്, MRCയുടെ വാർഗോഡ് സ്യൂസ് ആണ് അവിടെ ബോബോയെ നോക്കാക്കിയിരിക്കുന്നത്. വള്ളി ടീംസ് വേഴ്സസ് ടീം MRC ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർ ഫ്ലാങ്ക് ഒരു കൗണ്ടർ നോക്ക് തിരിച്ചെടുക്കാനുള്ള ശ്രമം. വള്ളി ടീംസ് വേഴ്സസ് MRC നടക്കുന്നു. KVA വേഴ്സസ് വള്ളി ടീമാണ് നടക്കുന്നത്. പക്ഷെ ഡീമൻ നോക്കി അവിടെ ബോബോയ്ക്ക് നല്ലൊരു ഷോട്ട് കൊടുത്ത് അവിടെ നോക്കാക്കിയിട്ടുണ്ട്. കാസ്ട്രോ വൈറ്റ് അവിടെ KVA തന്നെ സ്കോഡിനെ അടിക്കുന്നു. ഡീമൻ നോക്കി തിരിച്ച് നോക്കായിട്ടുണ്ട്. ഡീമനെ തന്നെ അടിച്ചു. ഡീമൻ നോക്കി അടിച്ചു. ഫിനിഷ് ചെയ്യാറായി ഏകദേശം. അവർക്ക് പ്ലെയറിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ടീമൻ നോക്കിയെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ടീം അറബി അവിടെ വള്ളി ടീംസിന് തൊട്ട് മുകളിലുണ്ട്. കണ്ണാപ്പി വണ്ടിക്കകത്ത് ചുറ്റുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ CMX ഡീമൻ അവിടെ നോക്കായി. ഫയർ ഫ്ലാങ്ക് അവിടെ നോക്കായി. ജർമ്മൻ കണ്ണാപ്പി മാത്രം ബാക്കി. ജർമ്മൻ കണ്ണാപ്പി ഒരു കില്ലെടുത്തു. ജർമ്മൻ കണ്ണാപ്പി നല്ലൊരു ട്രൈ ആയിരുന്നു ജർമ്മൻ കണ്ണാപ്പിയുടെ സൈഡിൽ നിന്ന്. പക്ഷെ ജർമ്മൻ കണ്ണാപ്പി അവിടെ കിട്ടിയ ഒരാളെ ഫിനിഷ് ചെയ്ത് വിട്ടു. നമ്മൾ നോക്കണേ BNB ഇവിടെ ഒരു നോക്കണ്ട്. BNB വേഴ്സസ് വള്ളി ടീംസ് ആണ് ഇവിടെ നടക്കുന്നത്. വള്ളി ടീംസിന്റെ അഗൈൻ ഒരു ഇനീഷ്യൽ ഫൈറ്റ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. വള്ളി ടീംസിൽ ഈ വട്ടം വെറും SRK ഇറങ്ങിയിരിക്കുന്നു. ഈ വട്ടം ഇറങ്ങിയിരിക്കുകയാണ് വള്ളി ടീംസിന് വേണ്ടിയിട്ട്. വള്ളി ടീംസ് വേഴ്സസ് അവിടെ VNB നല്ല ടാഗ് കൊടുക്കുന്നു. ഡീമൻ അവിടെ പിക്കബോയെ അവിടെ നോക്കാക്കുന്നു. വള്ളി ടീംസ് വേഴ്സസ് VNB 3 vs 4 സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു. 3 പേരും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലായിട്ട് പെട്ടിരിക്കുകയാണ്. മാറി പറഞ്ഞു കേട്ടോ എനിക്ക്. നല്ലൊരു നേഡ് ബൈ ഒബീറ്റോ നല്ല നേഡിൽ ഡീമൻ അവിടെ നോക്കായിട്ടുണ്ട്. വള്ളി ടീം അവിടെ പുഷ് ചെയ്ത് പോകുന്നുണ്ട്. വള്ളി ടീം VNB അവിടെ എലിമിനേറ്റ് ആക്കി വിടുന്നു. ഇറങ്ങിയ എല്ലാ ഡ്രോപ്പ് ഫൈറ്റും സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ആക്കിയത് എനിക്ക് പറയണം വള്ളി ടീമാണെന്ന് പറയണം. വള്ളി ടീംസിന് ഇന്ന് എടുത്ത എല്ലാ ഡ്രോപ്പ് ഫൈറ്റുകളും അവർ ജയിച്ചിട്ടുണ്ട്. അവിടെ വെറും SRK നോക്കാക്കിയിരിക്കുന്നു. ബാക്കിൽ വന്നിരിക്കുന്നു.
ടിവിയെ വേഴ്സസ് ടിവിയെ നടക്കുന്ന സാഹചര്യം. വള്ളി ടീമിലെ 2 പേര് അവിടെ നോക്കായി. വള്ളി ടീമിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഫയർ ഓക്കെ, കണ്ണാപ്പി മാത്രമാണ് ഉള്ളത്. ഓക്കെ, കണ്ണാപ്പി വൈപ്പ് ആയിട്ടുണ്ട്. വള്ളി ടീം എലിമിനേറ്റഡ്. വള്ളി ടീം ഇവിടെ എലിമിനേറ്റ് ആക്കി. ദ സ്ക്വാഡ് വന്ന് വള്ളി ടീമിനെ വൈപ്പാക്കി 4 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്.